ഡിലീറ്റ് ചെയ്യുമ്പോൾ വരെ കോള്. ആ അവസ്ഥ ഗൈസ്. എന്നെ അറിയാവുന്നവർക്കറിയായിരിക്കും ഞാൻ റീസെൻ്റ്ലി ഒരു ഫേസ്ബുക്ക് തുടങ്ങിയെന്ന്. ഇത് തുടങ്ങിയിട്ട് ഒരു വീക്ക് ആയപ്പോഴത്തേക്കും തന്നെ എനിക്ക് 1500 ഫോളോവേഴ്സും അതുപോലെ തന്നെ കണ്ടൻറ്റൊക്കെ അത്യാവശ്യം റീച്ച് ആവുന്നുണ്ടായിരുന്നു. എൻ്റെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ റീച്ച് ആവുന്നതിലും ഡബിൾ ഇരട്ടി വേഗത്തിലായിരുന്നു കേട്ടോ ഇതിലാവുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും ഇടുമ്പോൾ 365 റൂള് പാലിക്കണമല്ലോ. അതായത് എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഫേസ്ബുക്ക് തുടങ്ങിയത്. പക്ഷേ ഞാൻ കയറി ചെന്നത് ഒരു കോഴി ഫാമിലോട്ടായിരുന്നു. കോഴിക്കൂടെന്നോ കോഴികളുടെ കൂട്ടമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഇതൊരു ഫാമാണ്. അത്രയും വെറൈറ്റീസ് ഓഫ് കോഴികളും അത്രയും വെറൈറ്റീസ് ഓഫ് ആളുകളുമായിരുന്നു. ആദ്യമൊന്നും ഞാൻ വലിയ മൈൻഡ് കൊടുത്തില്ലായിരുന്നു. പിന്നീട് ഇവന്മാർ കോളായി, അതും രാത്രിയും പകലില്ലാതെ. ആദ്യമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയായിരുന്നെങ്കിലും പിന്നീട് ഞാൻ അതെടുത്തിട്ട് അനന്തിൻ്റെ കൊടുക്കും. അനന്തു ഹലോ പറഞ്ഞു കഴിയുമ്പോൾ അവന്മാർ ബ്ലോക്കും ചെയ്തിട്ട് പോകും. അവന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും പോസ്റ്റുകൾ ഇട്ടു. ആ പോസ്റ്റുകൾ വെച്ചിട്ട് തന്നെ റിപ്ലൈ ചെയ്യുന്നവരുണ്ടായിരുന്നു കേട്ടോ. അത് അതിലും വിറ്റാ. എൻ്റെ മലയാളം പോസ്റ്റിൻ്റെ അടിയിൽ ഒരു ചേട്ടനിട്ട കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അത് പുള്ളി പറഞ്ഞ കാര്യം കേട്ടോ. ഒരു പരിചയമില്ലാത്ത ആൾക്ക് ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കാൻ തോന്നണമെന്നാണ് ഞാൻ ആലോചിക്കണേ. അങ്ങനെ ചേട്ടന്മാരുടെ സഹായം കൊണ്ട് ഞാൻ എന്താ എൻ്റെ ഫേസ്ബുക്ക് പൊട്ടിക്കെട്ടുവാണ്. അതിൻ്റെ റീസൺ എന്താ ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷനൊന്നും ഉണ്ടായില്ല. ഐ ഡോണ്ട് ഫീൽ സേഫ്. പിന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തു. ദാ ആ ടൈമിൽ വരെ ഒരുത്തൻ്റെ കോള്. ഇവനെയൊക്കെ എന്താ ചെയ്യുക? ഇങ്ങനെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്? അങ്ങനെ ഞാൻ ആ സാധനം എൻ്റെ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാളും ചെയ്ത് കളഞ്ഞു. ഫേസ്ബുക്കും അതുപോലെ തന്നെ മെസ്സഞ്ചറും. ഓഫ് മതിയായി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.